ഈ രാത്രി ഞാൻ എങ്ങോട്ടായിരിക്കും പോണത്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? അപ്പോൾ 2025 അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സമയം 9 മണിക്കൂറുകളെന്ന് പറയാനൊന്നുമില്ല. നിമിഷങ്ങൾക്കകം ഇനി 2026 പിറക്കും. അപ്പം ഞാൻ ഈ ധൃതി പിടിച്ചിട്ട് എങ്ങടാണ് ഈ ഓർഡറെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വൈറ്റ്, ആഹാ നല്ല വെട്ടം. വെയിറ്റ് ആൻഡ് സീ. നമ്മളും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ്. കണ്ട അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ന്യൂ ഇയർ നമ്മളെവിടെ ആഘോഷിക്കുന്നു എന്നല്ലേ പറയാം. അതാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. എൻ്റെ അപ്പൻ പുറകെ വരുന്നുണ്ടോ? അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വേണം. ബൈ. ഹേ ഗൈസ്, ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ? വല്ല പൊടി ഉണ്ടോ നിങ്ങൾക്ക്? യെസ്, അവിടെ തന്നെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ 9:30 സമയത്ത് ഇവളെന്തിനാ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുത്തിയിരിക്കണമെന്നല്ലേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല? വെയിറ്റ്, എന്നാൽ താമസിയാണ്ട് മനസ്സിലാവും. ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞാൻ എങ്ങോട്ടാണ് പോണേന്ന്. സസ്പെൻസാണ്, ഇപ്പോൾ പറയൂല. നിങ്ങൾ അവിടെ ചെന്നിട്ട് മാത്രം കാണും. 9:45 വണ്ടിയുണ്ട്. അത് കയറി നമ്മൾ പോവാണ്. അപ്പോൾ ഈ 2025 കഴിയാൻ പോവാണ്. അപ്പോൾ ചില സ്ത്രീകളെന്ന് എനിക്ക് ഉപമിക്കാൻ പറ്റൂല. അത്തരത്തിലുള്ള ജന്തുക്കൾ, അങ്ങനെ പറയാം. ചില ജന്തുക്കൾ പറഞ്ഞു, ചില സ്ത്രീകൾ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ അടുക്കളയുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളാണെന്ന് പറയുണ്ടായി. നമുക്കും ഈ 2026 ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ അതിനു മുമ്പേ പ്ലാൻ ചെയ്തു വെച്ചു കേട്ടോ. പാലക്കിൽ എന്താ കാണിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ന്യൂ ഇയർ ഈ 2026 ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. 2025 ടാറ്റ പറയാൻ ഇനി ചില്ലറ നിമിഷങ്ങളേ ഉള്ളൂ. 2025 ഗുഡ് ബൈ പറഞ്ഞിട്ട് 2026 നമ്മൾ കയറാണ്. പുതിയ തുടക്കം തന്നെ ആവട്ടെ, നല്ലൊരു ഇതിലുള്ള തുടക്കമാവട്ടെ. 2026 നല്ല, ഈ വർഷം നല്ലതായിരിക്കട്ടെ, നല്ലൊരു തുടക്കമായിരിക്കട്ടെ. അതിനുള്ള ഒരു എനിക്ക് നിർബന്ധമായിരുന്നു അവിടെ നിന്ന് തുടങ്ങണം. എൻ്റെ ഈ വർഷം 2026 എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ട്രെയിൻ വന്നിട്ടില്ല കേട്ടോ. ഇപ്പം മനസ്സിലായോ ഞാൻ എവിടെ നിൽക്കുന്നതെന്ന്? അതെ, പുതിയ വർഷം 2026 ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 9:30 ട്രെയിൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. 10 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇപ്പം സമയം 10:15. തിരക്കുണ്ട്. 10:15 കഴിഞ്ഞു കേട്ടോ. 10:30 ആവാൻ പോണു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പോരാത്തതിന് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി കൂടിയായിരുന്നു, വൈകുണ്ഠ ഏകാദശി. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഗുരുവായൂർ. കണ്ടില്ലേ? പോരാത്തതിന് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി കൂടിയായിരുന്നു. അടിപൊളി തിരക്കാ. അപ്പോൾ പോയിട്ട് കണ്ണനെ കണ്ടിട്ട് വരാം. திருப்புங்க. ഇപ്പം 2025 കഴിയാൻ പോവുകയാണ്. സമയം 11:30 കഴിയുന്നു. ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ 12 മണിയാവാനായിട്ട്. 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഇവിടെ നിന്നാകണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. പുതിയൊരു തുടക്കമാവട്ടെ.
നടയിൽ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് നമ്മൾ വീഡിയോയിൽ പെട്ട് കഴിഞ്ഞാൽ അറിയാലോ, മ്യൂസിക് പറ്റൂല, കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് കുറച്ച്. അപ്പോൾ 2025 ലാസ്റ്റാണ്, കുറച്ച് മിനിറ്റും കൂടി ഉള്ളൂ 2026 നമ്മൾ കടക്കാനായിട്ട്. അപ്പം 2026 തുടക്കം ഗുരുവായൂർ അമ്പലനടയിൽ നിന്നാവണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ 2026 തുടങ്ങട്ടെ അല്ലേ? അതിൽ പരം എന്തല്ലേ വേണ്ടത്? പിന്നെ എല്ലാ സ്ത്രീകളും അടുക്കളയിൽ കുത്തിയിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഉണ്ടല്ലോ, അതങ്ങോട്ട് വീട്ടിൽ വെച്ചാൽ മതി. ഞങ്ങൾക്കൊക്കെ കുടുംബമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ചെങ്കിലും അടുക്കളയിൽ നിൽക്കുന്നത്. കുടുംബമില്ലാത്തവർക്ക് ഇങ്ങനെ നടക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കുടുംബവും ഭർത്താവും ഉള്ളവർക്കൊക്കെ കുറച്ചൊക്കെ അടുക്കളയിൽ ചിലവഴിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ഫുൾ ടൈം അടുക്കളയിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താ പറയുക, ന്യൂ ഇയർ അല്ല, ആത്മീകമായിട്ടുള്ളൊരു ന്യൂ ഇയറാണ് ഞാൻ ആഘോഷിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് തുടങ്ങട്ടെ. ഇപ്പം എന്തായാലും 2:45 കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മീയത നഷ്ടപ്പെടും. അതുകൊണ്ട് ആത്മീയതയും വേണമല്ലോ. ഇപ്പം കണ്ടോ, സമയം കാണാൻ പറ്റുമോ? 11:51. 11:51. ഓക്കേ, 11:58 കണ്ടല്ലോ. $11:58. പുതിയ വർഷത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാവട്ടെ. 59 സെക്കൻഡുകൾ മാത്രം. അങ്ങോട്ട് കുറച്ചുകൂടി പോകണമെന്നുണ്ട്. പക്ഷെ അവിടെ മ്യൂസിക് വെച്ചിട്ട് പാട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഹിന്ദിക്കാർ. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. വെറുതെ മ്യൂസിക് പെടണ്ടെന്ന് വിചാരിച്ചു. 59 12 മണി. ഹാപ്പി ന്യൂ ഇയർ കണ്ണനോടാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ കണ്ണ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും കണ്ട 12 മണി. ഹാപ്പി ന്യൂ ഇയർ. ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ഞാനാ, കണ്ണന്. അപ്പം ഹാപ്പി ന്യൂ ഇയർ കണ്ണ. ഹാപ്പി ന്യൂ ഇയർ. അവിടെ എന്തൊക്കെയോ ആഘോഷം നടക്കുന്നുണ്ട്. നമുക്കതൊന്നും വേണ്ട. എൻ്റെ 2026 പുതിയ വർഷത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴും തിരക്കാണ്. 12 മണിക്ക് നല്ല തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല. ഹാപ്പി ന്യൂ ഇയർ കണ്ണ. 12:01 അപ്പൊ വീണ്ടും അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പോവാണ്. 12 12:02. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകിച്ച് കണ്ണനോട് ഹാപ്പി ന്യൂ ഇയർ കണ്ണ. അപ്പൊ വീണ്ടും അമ്പലത്തിന്റെ അകത്തോട്ട് പോട്ടെ. ഇപ്പോഴും അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണട്ടെ കേട്ടോ. ഇവിടെ
ഇവിടെ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. അപ്പോൾ 2026 തുടക്കം ഗുരുവായൂർ അമ്പലനടയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ണന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഇനി അവിടെ പോയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് വരാം. അതിൻ്റെ അകത്തേക്ക് ക്യാമറ പറ്റൂലല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞത്. ഇനി അവിടെ പോയി പറഞ്ഞിട്ട് വരാം.